റോഡിൻ്റെ മാറും റോഡിൽ കൊണ്ടുപോകും ജനങ്ങളോട് നന്ദി പറയാനുള്ളത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി. എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഒക്കെ നന്ദി പറയണം. വിളിച്ചു വീട്ടായിരുന്നു. ധൈര്യമായിട്ട് പോരാ, 5:30 ഇവിടെ എത്തിയോളം പറഞ്ഞു. വീട്ടിലല്ല, കാലടി ജിമ്മ്, അവന്റെ ആദ്യത്തെ ജിമ്മ് അതാണല്ലോ. അപ്പൊ കാലടിയില് ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്കങ്കലം ജംഗ്ഷനിൽ നിന്ന് ഒരു എതിരേൽപ്പായിട്ട് അങ്ങോട്ട് പോകും ഞങ്ങള്. ഫുൾ സ്വീകരണം. മാണിക്കങ്കലം ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക്. അപ്പച്ചനെ ഒരുപാട് ഫാൻസ് ഉണ്ട്, കമന്റുകളൊക്കെ നോക്കാറുണ്ടോ? കമന്റുകളൊക്കെ വരുന്നുണ്ട്, അപ്പച്ചനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അപ്പച്ചനെ ജിന്നോനെ സ്നേഹിക്കുന്ന പോലെ അന്നെ സ്നേഹിക്കണമല്ലോ. നൂറ് ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മുടെ പിള്ള ഒരു ജയിലിൽ കിടന്ന പോലെ ഇങ്ങോട്ട് പറഞ്ഞത്. വിജയമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ലോകം മൊത്തം വിജയമായിട്ട് വന്നിരിക്കുകയാണ്. അതെ. പിന്നെ ഒരു സങ്കടമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോക്കും എന്റെ രണ്ടാമത്തെ മോനും വരാൻ പറ്റില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതിന് പോരാൻ പറ്റില്ല. പെരുന്നാൾ കാരണം അവൻ ലീവ് കിട്ടിയില്ല. നാട്ടുകാരൊക്കെ വീട്ടിൽ സപ്പോർട്ടായിരുന്നല്ലോ. നാട്ടുകാരോ അത് ഈ അവിടെ ചെന്ന് കാണണം. നമ്മള് മാണിക്കങ്കലിന്റെ വാപ്പ കാണാം. പിന്നെ MLA കാര്യം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് കാലി പഞ്ചായത്ത് മുഴുവനും ഉണ്ടാവും. ഉണ്ടാവും. കാലടിയിലാണ് പരിപാടി. അവിടെ വരാ, ഒരു കേക്ക് മുറിക്കുക, ജനങ്ങളെ കാണാം, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഒരു മുട്ടായൊക്കെ കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ. സപ്പോർട്ട് എങ്ങനെയെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം, 100% സന്തോഷം പറഞ്ഞറിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിനോടും മോഹൻലാൽ സാറിനോടൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ്. അതല്ലേ, ശരി. ഇത്രയും നമ്മള് പ്രതീക്ഷയായിരുന്നു, പക്ഷെ എന്നാലും ലാസ്റ്റ് പേടിച്ചു പോയി. കാരണം അദ്ദേഹം ജയിക്കുകയില്ല, കാരണം തോറ്റുപോയി. നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. ആ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയായിട്ട് നിങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റവും ഭാഗ്യം. ഞങ്ങൾക്ക് ഒരു അവമാനമല്ല. തീർച്ചയായിട്ടും എവിടെ പോയാലും ജിന്നോന്റെ അമ്മ ആ മനുഷ്യനെ എല്ലാവരും സെക്കൻഡ് വീക്കിൽ വെച്ച് മണ്ടൻ എന്ന് പറഞ്ഞ മുദ്ര മുട്ടിയിട്ട് ആ മനുഷ്യൻ ഇന്ന് എല്ലാവരും തോപ്പിച്ചു. അതേപോലെ ഞാനൊരു ആർപ്പ്, അത് മല്യാന്ന് പറഞ്ഞൊരു ആർപ്പാണ്. അത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. കാരണം ആ മനുഷ്യൻ ജയിക്കണം. എത്തുന്നു നോക്കട്ടോ.